രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് മനസ്സിലാക്കുന്നത് നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും അത് വ്യക്തമാക്കുന്നുണ്ട്. ഉണ്ണിത്താൻ അങ്ങനെ കൂളായിട്ടിരിക്കാൻ പറ്റും? ഞാൻ ഒരിക്കലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയോ UDF ഒരു പ്രതിസന്ധിയിലാണെന്ന് വിശ്വസിക്കുന്നില്ല. ഞാൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കാരണം കേരളത്തിലെ പൊതുജന സമൂഹം കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണം അവസാനിപ്പിച്ച് UDFൻ്റെ കരങ്ങളിലേക്ക് ഭരണം ഏൽപ്പിക്കാൻ കാത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എങ്ങനെയാണ് ഞാൻ ആത്മവിശ്വാസമില്ലാതെ സംസാരിക്കുന്നത്? എനിക്ക് പരിപൂർണമായ ഞാനിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്? അല്ല, ഞാൻ ഈ ഗോദാവരിയിലാണ് ഞാൻ താമസിക്കുന്നത്. സുധാകരനും അടൂർ പ്രകാശും ഇവിടെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സുധാകരനെ കാണാൻ വരുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത്. കാരണം സുധാകരൻ ഇവിടുത്തെ ഈ ഗോദാവരി ഫ്ലാറ്റിലുണ്ട്. ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും ഒളിക്കാനില്ലാത്ത ഒരാളായിട്ടാണ് ഞാൻ. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മാത്രമാണ് മത്സരിക്കുന്നില്ല എന്ന് ഇത്തവണ പരസ്യമായി പറഞ്ഞത്. പല MPമാരും മത്സരമോഹവുമായി നടക്കുകയാണ്. അല്പസമയം മുമ്പ് ഒരു തോൽക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റ് കോഴിക്കോട്ടെ സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കുന്ന സീറ്റിൽ പോലും മത്സരിച്ച് ജയിക്കാൻ കേൾപ്പുണ്ട് എന്ന് MK രാഘവൻ പറയാതെ പറയുകയും ചെയ്തു. അപ്പോൾ കൂടുതൽ MPമാർ സമ്മർദ്ദമായി രംഗത്തേക്ക് വരികയാണോ? ഞാൻ ബിനു, എൻ്റെ ആദ്യത്തെ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഞാൻ മത്സരിക്കാനില്ല. മാത്രമല്ല, പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ഒരിക്കലും മത്സരിക്കാൻ അവസരം കൊടുക്കരുത്. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് അവസരം കൊടുക്കാൻ തയ്യാറായാൽ രണ്ടാമത്തെ ആൾ വരും, മൂന്നാമത്തെ ആൾ വരും. അത് പാർട്ടിയുടെ മുഴുവൻ പ്രതിച്ഛായയും ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യമായി ഈ മുന്നറിയിപ്പ് പാർട്ടിക്ക് കൊടുത്തത്. ഒരു കാരണവശാലും MPമാരെ പരിഗണിക്കരുത്. അവരുടെ ജോലി എന്ന് പറയുന്നത് അവരുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വരുന്ന അസംബ്ലിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ആ ദൗത്യമാണ് അവർ ഏറ്റെടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഒറ്റ കാര്യം പറയാം. ഈ തർക്കമുണ്ട് എന്ന് പറയുന്ന MPമാർ മത്സരിക്കണമെന്ന് പറയുന്ന ഈ 2 മണ്ഡലങ്ങൾ, അതായത് ഒഴിച്ചിട്ടിരിക്കുന്ന കോന്നിയും കണ്ണൂരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രശ്നം തീർന്നല്ലോ. പിന്നെ അവരൊരിക്കലും ഇവിടെ സ്ഥാനാർത്ഥിത്വം വേണമെന്ന് പറഞ്ഞ് നിൽക്കില്ലല്ലോ. അപ്പോൾ പിന്നെ അല്ല, നിങ്ങൾ ചുമ്മാ എന്നെ വീട്ടിലാക്കണ്ട, ഹൈക്കമാൻഡ് കുഴപ്പമാണെന്ന് ചോദിച്ചാൽ. അപ്പം നിങ്ങൾക്ക് ദോഷൈക ദൃക്കുകൾക്ക് എന്ത് വേണേലും പറയാം. പക്ഷേ ഞാൻ പറയുന്നു, ഇന്ന് ഇപ്പോൾ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതോടുകൂടി എല്ലാ വിഷയങ്ങളും അവസാനിക്കും. പിന്നെ പറയുന്നത് അപ്പോൾ ഒരു ഇളവ് നൽകരുതെന്നുള്ളതാണോ? ഒരു ഇളവിന്റെ ആവശ്യമില്ലെന്നുള്ളതാണോ? ഒരു MPമാർക്കും ഇളവിന്റെ ആവശ്യമില്ല എന്നുള്ളതാണോ? അല്ല, ഇപ്പോൾ ഒരു MPക്ക് കൊടുത്താൽ പിന്നെ രണ്ടാമത്തെ MP വരും, രണ്ടാമത്തെ MPക്ക് കൊടുത്താൽ മൂന്നാമത്തെ MP വരും. ആ MPമാരില്ല. 2019 കാസർഗോട്ട് മത്സരിച്ച് 40,438 വോട്ടിന് ജയിച്ച ഒരു MPയാണ് ഞാൻ. ആ മണ്ഡലം പൊന്നുപോലെ ഞാൻ നഴ്സ് ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആധിപത്യമുള്ള ആ മണ്ഡലം, പണ്ട് നെഹ്റുവിനെ പോലും വെല്ലുവിളിക്കാൻ AK ഗോപാലിന് ആത്മധൈര്യം കൊടുത്ത ആ മണ്ഡലം, ആ മണ്ഡലത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ജയിക്കുമ്പോൾ 1,649 വോട്ടിനാണ് ഞാൻ ജയിച്ചത്. ഇന്നും ഞാൻ പറഞ്ഞോട്ടെ, ഇന്നും ഞാൻ ആ മണ്ഡലം പൊന്നുപോലെ നോക്കുന്നുണ്ട്.